ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കോഴിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഴികളെ കുറച്ച് കൂടെ കൊടുക്കാണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു. അവരുടെ കയ്യിൽ കുറേയും കൂടെ സെയിൽ ചെയ്യാനുള്ള കോഴികളായിട്ടുണ്ട്. അപ്പോൾ അവരൊരു വീഡിയോയും കൂടെ ഇടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കോഴികൾ ഇഷ്ടം പോലെ കോഴികളുണ്ട്. നല്ല നല്ല വലിയ കോഴികളാണ്. പൂവൻകോഴി കുറവാണ്, പിടക്കോഴിയാണ് കൂടുതലുള്ളത്. പൂവൻകോഴി ഇല്ല എന്നല്ല, കുറച്ചൊക്കെ ചെറുപ്പമുണ്ട്. വലിയ കോഴികൾ പൂവൻ 2 3 ഉള്ളൂ. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇത് നല്ല വലിയ കോഴികളും അതിൻ്റെ താഴെയുള്ള കോഴികളും ആണ്. ഇതിലും ചെറിയ കോഴികളും ഇതിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് കോഴികളൊക്കെ മനസ്സിലാവുള്ളൂ. ഇഷ്ടം പോലെ കോഴികൾ വരെ കയ്യിൽ നിന്ന് ഇതിന് മുമ്പത്തെ സെയിൽ വീഡിയോ പോയിട്ടുണ്ട്. ഒരുപാട് ഡെലിവറി ഒക്കെ നടന്നിട്ടുണ്ട്. കുറേ ആളുകൾക്ക് പല ആലപ്പുഴയ്ക്കും കണ്ണൂർക്കും കാസർഗോഡൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ എടുത്തുള്ളവർ തന്നെ ഇവർ 10-25 വർഷത്തെ പഴക്കമുള്ള ആളാണ്. കോഴീനെ വളർത്തിയിട്ടും മുട്ട കൊടുത്തിട്ടും നഴ്സറികളിലേക്ക് വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടും ഒക്കെ. നഴ്സറികളിലേക്കല്ല, ഓരോ ആളുകളിങ്ങനെ ചോദിക്കുമ്പോൾ 25-50 ഒക്കെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം വലിയ കോഴികൾ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഓരോ ലൈക്ക് തരിക. കോഴികളെ വാങ്ങിച്ച ആളുകളൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല പിന്നെ വിലകളൊക്കെ കൂടുതൽ വിലകളൊന്നും ഇവർ എടുക്കുന്നില്ല. ഇവർ വളർത്തുന്നതിനുള്ള ഒരു ചെറിയ ഇതേ ഇവർ വാങ്ങിക്കണുള്ളൂ. നല്ല കോഴികളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചെറിയ കോഴികളുമുണ്ട്, നല്ല നല്ല കോഴികളാണ്. പുള്ളിക്കോഴി എല്ലാം ഉണ്ട്. എന്നാൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇത് അയച്ച് കൊടുക്കേണ്ടവർക്കൊക്കെ അയച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏത് ദൂരത്തുള്ളവർക്കും വീഡിയോ കണ്ട് കോഴികളെ വാങ്ങാനുള്ളൊരവസരമാണ്. ഇത് പാഴാക്കി കളയരുത്. ഇത് കോട്ടക്കൽ പർപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സൂപ്പി ബസാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, കോട്ടക്കൽ. അപ്പോൾ ഇനി സ്ഥലം അറിഞ്ഞില്ല അറിയേണ്ട, മലപ്പുറം ജില്ലയാണ്.